ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ 5 മത്സരങ്ങളിലെ വിരാട് കോഹ്ലിയുടെ മോശം പ്രകടനത്തെ ചോദ്യം ചെയ്ത് മുൻ താരം ഇർഫാൻ പത്താൻ രംഗത്തെത്തിയിരിക്കുകയാണ്. കോഹ്ലിക്ക് പകരം ഒരു യുവതാരത്തിന് ഇന്ത്യൻ പരമ്പരയിൽ അവസരം നൽകുകയായിരുന്നെങ്കിൽ ഇതിനും നല്ല പ്രകടനം കാഴ്ചവെക്കുമെന്നായിരുന്നു ഇർഫാൻ പത്താന്റെ അഭിപ്രായം. പരമ്പരയിലുടനീളം ഓഫ് സ്റ്റംപിന് പുറത്തു വരുന്ന പന്തുകളിൽ വിരാട് കോഹ്ലി ഔട്ടാവുന്നത് സ്ഥിരമായിരുന്നു. അതിനാൽ ഓസ്ട്രേലിയൻ പേസർമാർ കോഹ്ലിക്കെതിരായ ഈ ലളിതമായ മനോഭാവമാണ് 5 മത്സരങ്ങളിലും കൈക്കൊണ്ടിരുന്നത്. കോഹ്ലിക്ക് അനാവശ്യമായ സൂപ്പർ സ്റ്റാർ കൾച്ചർ നൽകുന്നത് ഇന്ത്യ അവസാനിപ്പിക്കണമെന്ന അഭിപ്രായമാണ് അദ്ദേഹത്തിൻ്റെത്. ഇന്ത്യക്ക് ഇത്തരത്തിലൊരു സൂപ്പർ സ്റ്റാർ കൾച്ചർ ഒരിക്കലും ആവശ്യമില്ല. ടീം കൾച്ചറാണ് ഇന്ത്യക്ക് ആവശ്യം. കോഹ്ലി ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ചിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ട്. അവസാനമായി താരം കളിച്ചത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപായിരുന്നു. ഇവയെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കോഹ്ലി ആഭ്യന്തര ക്രിക്കറ്റിൽ അവസാനമായി കളിച്ചതിനു ശേഷം സച്ചിൻ പോലും ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് എന്നും ഇർഫാൻ പത്താൻ തുറന്നു പറഞ്ഞു. സത്യം പറഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കർക്ക് ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ അദ്ദേഹം തന്റെ മത്സരം കൂടുതൽ ഭംഗിയാക്കുന്നതിന് വേണ്ടിയാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ചത്. എന്താണ് ടെസ്റ്റ് ക്രിക്കറ്റിന് ആവശ്യമെന്ന് പൂർണ്ണമായ ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എങ്ങനെ റൺസ് കണ്ടെത്തണമെന്ന് നമുക്ക് വിരാട് കോഹ്ലിയെ പഠിപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതിനുള്ള കാരണം മുൻപ് സ്ഥിരതയാർന്ന രീതിയിൽ റൺസ് കണ്ടെത്തിയ താരം തന്നെയാണ് കോഹ്ലി എന്ന ഇന്ത്യൻ പ്ലെയർ. പക്ഷെ കഴിഞ്ഞ കുറച്ച് ഇന്നിംഗ്സുകളിലായി കേവലം 15 റൺസ് ശരാശരിയിലാണ് താരത്തിന്റെ പ്രകടനം. കഴിഞ്ഞ 5 വർഷങ്ങളിൽ 30-ന് താഴെ ശരാശരി മാത്രമായിരുന്നു കോഹ്ലിക്ക് ടെസ്റ്റ് മത്സരങ്ങളിൽ ഉണ്ടായിരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഒരുപക്ഷെ കോഹ്ലിക്ക് പകരം മറ്റൊരു യുവ ക്രിക്കറ്ററെ ഇന്ത്യൻ ബോർഡർ ഗവാസ്കർ ട്രോഫിക്കായി തിരഞ്ഞെടുത്താൽ ആ കളിക്കാരൻ 25-30 ആവറേജ് സ്വന്തമാക്കാൻ കഴിയുമായിരുന്നു. നമ്മളിപ്പോൾ വിരാട് കോഹ്ലിയെ ഡിഗ്രേഡ് ചെയ്യുകയല്ല യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. എന്നാൽ എല്ലാ സമയത്തും ഒരേ രീതിയിൽ താരം പുറത്താവുന്നത് യഥാർത്ഥ പ്രശ്നമാണ്. ഒരേ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ ഒരിക്കലും പാടില്ല. പിഴവുകൾ മികവ് പുലർത്താൻ സാധിക്കുകയും വേണം. നിലവിൽ സുനിൽ ഗവാസ്കർ ഉണ്ട്. വിരാട് കോഹ്ലിക്ക് വേണമെങ്കിൽ അത്തരം ഇതിഹാസ താരങ്ങളോട് സംസാരിക്കുവാൻ കഴിയും. പക്ഷേ ഇപ്പോഴുള്ള പ്രശ്നം പരിഹരിക്കാൻ കോഹ്ലി കഠിന പ്രയത്നങ്ങൾ നടത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.